ഹലോ, ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി അടാർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും നല്ല ഉപകാരപ്രദമാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കേട്ടോ ഈ വീഡിയോ. എന്താന്ന് വെച്ചാൽ എൻ്റെ മുടിയുടെ രഹസ്യം നിങ്ങൾക്കും അറിയണ്ടേ? അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക കേട്ടോ. എങ്ങനെയാണ് ഈ ഒരു ഹെർബൽ ഹെയർ ഓയിൽ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ തലയിൽ ഹെയറിൽ ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ മുടി തഴച്ച് വളരാനും ഉള്ള മുടിയിൽ ഇരട്ടിയാക്കാനും നമുക്ക് ഈ ഒരു ഓയിൽ കൊണ്ട് പറ്റും. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ കുറയുന്നതാണ്. താരൻ, അകാലനര ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ആഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നതെന്നും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാച്ചിയ എണ്ണ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടാലോ? അതിന് ഞാൻ വീട്ടിൽ തന്നെയുള്ള കുറേ സാധനങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള അലോവേരയാണ് കേട്ടോ ഇത്. കറ്റാർ വാഴ എന്ന് പറയും. അപ്പോൾ അത് ഞാൻ അതിൻ്റെ 2-3 തണ്ട് എടുത്തിട്ടുണ്ട്. നല്ല തഴച്ച് വളർന്ന കറ്റാർ വാഴയാണ്. നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാകും അതിനുള്ളിലെ ജെല്ല് എത്രമാത്രം ഉണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മിക്സിയിൽ ആ ഒരു പീസാക്കിയ അലോവേരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് വെള്ളമോ കാര്യങ്ങളോ മറ്റൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അലോവേര ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലുള്ളത് മൈലാഞ്ചിയുടെ ഇലയുണ്ട്, പിന്നെ തുളസി ഇല, പിന്നെ ചെമ്പരത്തി, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിലുള്ളത്. പിന്നെ ഒന്ന് വിട്ടുപോയി കേട്ടോ, കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ എടുത്ത് ഈ അലോവേര ഇട്ട ആ മിക്സിയിലേക്ക് അതും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് കറക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഞങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ അലോവേരയിൽ ജെല്ലിൽ നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, സോഫ്റ്റ് പരുപ്പത്തിലാവും കേട്ടോ അതിൻ്റെ അരപ്പ്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ബാസ്ക്കറ്റിൽ നിറയെ ഉള്ള ആ സംഭവങ്ങൾ മൊത്തം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ മുറിച്ച് വെച്ചിരിക്കുന്ന കറ്റാർ വാഴയും മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 തണ്ടോളം ഇട്ടിട്ടുണ്ട്. വലിയ 3 തണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത മിശ്രിതമാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഒന്ന് വിട്ടുപോയി കേട്ടോ ഞാൻ പറയാൻ വേണ്ടിയിട്ട്. അതിൽ ഉള്ളിയും പിന്നെ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് താരനൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ മിക്സാണ്, അരച്ചെടുത്ത മിക്സാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചെറു തീയിലാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിമൊന്നും ഓഫ് ചെയ്യണ്ട, കൂട്ടുകയും വേണ്ട, ചെറിയൊരു തീയിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ നെല്ലിക്കയും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് നെല്ലിക്ക അന്ന് കിട്ടിയില്ല, അതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും. പക്ഷെ കിട്ടാത്തത് കാരണമാണ് ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഈ അരച്ച് വെച്ചിരിക്കുന്ന പച്ച അരപ്പ് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്രയാണോ എണ്ണ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എണ്ണ ചേർത്ത് കൊടുക്കും. ഞാൻ 2 ലിറ്റർ എണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ലിറ്റർ എണ്ണയും ഈ ചൂടായ അരപ്പിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഫസ്റ്റ് 1 ലിറ്ററിൻ്റെ പാക്കറ്റ്, അതായത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാക്കറ്റ് വാങ്ങിച്ചതാണ് കോക്കനട്ട് ഓയിൽ സതൻസിൻ്റെ. അപ്പോൾ അതിലാണ് ഉണ്ടാക്കുന്നത്. 1 ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ഓയിലും കൂടെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 2 ലിറ്റർ ഓയിൽ, 2 പാക്കറ്റ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പ്യുവർ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലൊരു തവി വച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ചെറിയ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. റൗണ്ട് ഷേപ്പിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, അതിൽ അരച്ചിരിക്കുന്ന അരപ്പൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ടാവും. പിന്നെ ചെറുതീയിൽ തന്നെ വച്ചാൽ മതി. നന്നായിട്ടിത് കുറുകി വരണം കേട്ടോ. തിളച്ചിട്ട് നന്നായിട്ട് തിളക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് തിളച്ച് വരുന്ന കാണും. അപ്പോൾ എൻ്റെ എണ്ണ ഞാൻ കുറേ സമയം എന്താ പറയുക, ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിള വരുമ്പം തന്നെ ആ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാകും കേട്ടോ. നമ്മൾ ഇതിലേക്ക് നല്ല ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും. പിന്നെ ഇത് അരച്ചെടുക്കുമ്പം തന്നെ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച് കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മൈലാഞ്ചിയും കൂടെ ഇതിൽ ആഡ് ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ ഗുണമാണ്. അപ്പോൾ ഇങ്ങനെ എണ്ണ കാച്ചിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റാണ് കേട്ടോ. നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ കൂടാതെ മൈലാഞ്ചിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇപ്പം നരയൊക്കെയുള്ള മുടിയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ മുടി ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറും കേട്ടോ. പിന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനും താരൻ, മുടി വളരാനും അകാലനരയൊക്കെ കുറഞ്ഞ അളവിൽ കുറയാനും ഈ ഒരു എണ്ണ കൊണ്ട് എല്ലാവർക്കും ഉപകാരം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും തലയിലിനി ഈ ഒരു എണ്ണ തേച്ച് കുളിച്ച് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. പിന്നെ ആ എണ്ണയൊക്കെ കുറച്ച് തണുത്തതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു തുണിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. പിഴിഞ്ഞെടുത്തതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പിഴിഞ്ഞെടുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ബോട്ടിലിൽ ആക്കി വെച്ചതാണ് കേട്ടോ. നല്ല ഒരു കറുപ്പ് നിറത്തിലുള്ള എണ്ണയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ചേർത്ത സാധനങ്ങളുടെയൊക്കെ ഫലമാണ് ഈ ഒരു എണ്ണയുടെ കളറ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കാച്ചിയ എണ്ണയാണ്. അപ്പോൾ ഇനി എണ്ണയൊക്കെ തേക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് കാച്ചിട്ട് ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ട പോലെ ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഒഴിച്ചിട്ട് ഒന്നും കേടൊന്നും ആകത്തില്ല. കേടുകൂടാതെ നമുക്ക് ഒരുപാട് നാളിത് നല്ല മൂടിയുള്ള ഒരു ബോട്ടിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റിസൾട്ട് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ മുടിയൊക്കെ കൊഴിയുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ എണ്ണ കാച്ചിട്ട് നല്ല തലയോട്ടിക്ക് നല്ല മസാജ് കൊടുത്തിട്ട് തേക്കുക കേട്ടോ. നമ്മൾ മുടിയിൽ ഫുള്ളും ഇങ്ങനെ എണ്ണ കയ്യിലെടുത്തിട്ട് വാരി തേക്കൊന്നും വേണ്ട. നമ്മുടെ സ്കാൽപ്പിലേക്കാണ് എണ്ണയുടെ അംശം വരേണ്ടത്. അപ്പോൾ വിരൽ കൊണ്ട് നന്നായിട്ട് തലയോട്ടിക്കുള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ വച്ചിട്ട് അതിനുശേഷം തല വാഷ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ രഹസ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഇനി ഈ ഒരു ഹെയർ ഓയിൽ ട്രൈ ചെയ്യുക. ബൈ ഓൾ ബൈ.